കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ മുന്നണികളും ഭയക്കുന്ന ഒരു പാർട്ടിയാണ് നിലവില് BJP. ബംഗാളില്, പശ്ചിമ ബംഗാളില് തൃണമൂൽ കോൺഗ്രസും BJPയെ ഭയക്കുന്നുണ്ട്. കോൺഗ്രസും ഇടതുപക്ഷമൊന്നും അവിടെ ചിത്രത്തിലേ ഇല്ല. നിലവിൽ പുറത്തു വന്ന എക്സിറ്റ് പോളിൽ പോലും ആസാമിൽ BJP തുടർഭരണം നടത്തുമെന്ന് പറയുന്നു. പശ്ചിമ ബംഗാളിൽ വലിയ മുൻതൂക്കമാണ് ഒട്ടുമിക്ക എക്സിറ്റ് പോളുകളും BJPക്ക് നൽകുന്നത്. നമ്മൾ 2011 നിന്നൊന്ന് നോക്കുകയാണെങ്കിൽ വെറും 4% മാത്രം വോട്ടുണ്ടായിരുന്ന BJP 2021 എത്തുമ്പോൾ 77 സീറ്റിലേക്ക് അവർ ഉയർന്നു എന്നുള്ളതാണ്. 2016 3 സീറ്റ് നേടി 10% വോട്ട് വർദ്ധിപ്പിക്കുന്നു. 21 ആകുമ്പോഴത്തേക്ക് 77 സീറ്റ് നേടിയിരിക്കുന്നു. ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയാണ് വിഴുങ്ങിക്കൊണ്ടാണ് ഈ നേട്ടം നേടിയത്. അപ്പൊ ഈ ഒരു പശ്ചിമ ബംഗാൾ പോലും BJPക്ക് പിടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ വിജയമായിരിക്കില്ല. അത് വലിയ വിജയമാണ് എന്ന് നമ്മൾ പറയുന്നത്. പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന പേര് പറഞ്ഞിട്ടാണല്ലോ. പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഉരുക്കുകോട്ടയായിട്ട് ഒരുപാട് കാലം അറിയപ്പെട്ടതാണ്. പക്ഷെ പ്രശ്നം എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പശ്ചിമ ബംഗാളിൽ എന്ത് ചെയ്തു? പശ്ചിമ ബംഗാളിൽ ജനങ്ങളെ മാറ്റുന്നതിന് വേണ്ടി, ജനങ്ങളുടെ രാഷ്ട്രീയം മാറ്റുന്നതിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തില്ല എന്നാണ് അവർ അടപടലം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ സമയത്ത് നമ്മൾ മനസ്സിലാക്കി വരിക. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ സമൂഹത്തിൻ്റെ മനസ്സിനെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിക്ക് അനുസരിച്ച് പാകപ്പെടുത്തേണ്ടത് ആവശ്യം. അത് പക്ഷേ ബംഗാളിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്ന് തരിപ്പണമായതിനു ശേഷം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലും മാത്രമാണ് അധികാരത്തിൽ വരാനായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കഴിഞ്ഞു. അധികാരത്തിൽ വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പല കാര്യങ്ങളും നല്ല രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. എന്നുവെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് അവരുടെ പ്രത്യയശാസ്ത്രം അവിടുത്തെ ജനങ്ങളിലെ പതിപ്പിക്കുക. അത് പക്ഷേ പരാജയപ്പെട്ടുപോയ ദൗത്യമാണ്. ശരിക്കും മൂല്യാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പഴയ കാലത്ത് കൊണ്ടുനടന്നത്. അതിൻ്റെ പേരിലാണ് അവർക്ക് വളർച്ചയും വികാസവും ഒക്കെ ഉണ്ടായത്. പക്ഷെ പിന്നീട് ഭരണത്തിൽ കയറിയതിന് ശേഷം ആ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം കൈമോശം വന്നു. ഒരു അഴിമതിക്കാരായി മാറിയാൽ പിന്നീട് അവരും മറ്റുള്ളവരും തമ്മിൽ വ്യത്യാസമില്ല. അങ്ങനെ അവരെ ജനങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവും. ഈ ബംഗാളിലെ സ്ഥിതി എന്ന് പറഞ്ഞതിനിടയിൽ അവിടെ ഒരാളെയും അവർ കമ്മ്യൂണിസ്റ്റായിട്ട് നിർമ്മിച്ചിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് എല്ലാവരും പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, ആ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതിൽ യാതൊരു വിധമായിട്ടുള്ള വിമുഖതയും കാണിക്കാതിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസ് BJP ഓഫീസ് ആവുന്നു. കാരണം ആളുകൾ അതൊക്കെ തന്നെ പേര് മാത്രം മാറ്റുന്നു. പേര് മാത്രം മാറുമ്പോൾ ഒരു മാറ്റവും അവർ പ്രതീക്ഷിക്കുന്നില്ല. ഒന്നും സംഭവിച്ചില്ല എന്ന പോലെയാണ് അവരെന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. പിന്നെ അവിടെയും ജാതിയാണ് ശക്തമായിട്ട് വളർന്ന് വികസിച്ചത് എന്ന് നമുക്ക് CPM-നെ പുറത്താക്കുമ്പോൾ അതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ച് മുസ്ലിം സമുദായം. അങ്ങനെ പിന്നീട് തൃണമൂൽ വരുമ്പോൾ ഈ തൃണമൂൽ ഭരണത്തിൽ ഈ മുസ്ലിം സമുദായത്തിൻ്റെ സാന്നിധ്യം വളരെ ശക്തമായി. അങ്ങനെ ശക്തമായി കഴിഞ്ഞപ്പോൾ അതിനെ എതിർക്കുക എന്ന് പറയുന്നത് ഹിന്ദുവായി മാറിക്കൊണ്ടാണ്. അതിൻ്റെ എല്ലാ സോഴ്സുകളും BJP ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് മതേതരമായിട്ട് മാറിക്കൊണ്ട് എതിർക്കുകയല്ല, നേരെ ഹിന്ദുവായി മാറിക്കൊണ്ട് മതേതരമായിട്ട് മാറി എതിർക്കാനായിട്ട് പറ്റില്ല. കാരണം മതേതരമല്ലാതായി കഴിഞ്ഞിരുന്നു ആ സമൂഹം. അപ്പൊ പിന്നെ അത് വർഗീയ സമൂഹമായി. അങ്ങനെ മുസ്ലിം എന്ന് പറയുന്ന അവരിനെതിരെ ഹിന്ദു എന്ന് പറയുന്ന സ്വത്വം പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുകയും ഈ CPM-ൽ പ്രവർത്തിച്ചിരുന്ന ബഹുഭൂരിപക്ഷ ആളുകളും BJP-ക്കാരായി മാറുകയും ചെയ്തു. അവർ BJP-യെ മാറിയപ്പോൾ അവർ ഹിന്ദുക്കളായി മാറി. അങ്ങനെയാണ് BJP-ക്ക് പശ്ചിമബംഗാളിൽ എന്ത് ചെയ്യാൻ പറ്റും, അധികാരത്തിലേക്ക് വരാനായിട്ട് പറ്റും. ഇപ്പം മമത അധികാരത്തിൽ പോയി കുറെ കഴിയുമ്പോൾ ഈ തൃണമൂൽ തന്നെ ഉണ്ടാവില്ല അവിടെ വീണ്ടും CPM-ന് വളർന്നു വരാനായിട്ടുള്ള സ്പേസ് കിടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അവർ സംഘടനാപരമായിട്ട് വളരുന്നുണ്ട്. അത് അവരുടെ പഴയ പ്രത്യയശാസ്ത്രത്തെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ കുറെ കഴിയുന്ന സമയത്ത് ഈ BJP-ക്കെതിരെയുള്ള ഒരു ശക്തിയായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, CPM-ന് വേണമെങ്കിൽ വളർന്നു വരാം. ആരെങ്കിലും ഒരാൾ വളർന്നു വരേണ്ടി വരും.
അതിനെ എതിർക്കാൻ. അതായിരുന്നുള്ളതായിരിക്കും പ്രശ്നം. തൃണമൂലിന് ഇനി അധികകാലം അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. അപ്പോൾ പിന്നെ മറ്റൊരു ശക്തി സ്വാഭാവികമായിട്ടും വരാൻ ഇടയുണ്ട്. ആ ഇടയുള്ളിടത്തേക്ക് വേണമെങ്കിൽ CPM കോൺഗ്രസും ഇതുവെല്ലാം വളരെ ദുർബലമായി കിടക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് രണ്ടുപേർക്കും ആ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് പിന്നീട് ഒരു സ്പേസ് ഉണ്ടാവും. അല്ലെങ്കിൽ സ്പേസ് പോലും ഇല്ലാണ്ട് ബംഗാളിലെ പ്രധാനമായിട്ടും മുസ്ലിം രാഷ്ട്രീയമാണ് ബംഗാളിന്റെ രാഷ്ട്രീയത്തെ മാറ്റിയത്. CPM പൊളിച്ചത് അവരാണ് ശരിക്കും. അങ്ങനെ ആ ഒരു മുസ്ലിം രാഷ്ട്രീയം വളർത്തിയെടുത്തത് തന്നെയല്ലേ BJP ഗുണമായത്? അതെ, BJP അങ്ങനെയാണല്ലോ എല്ലാ സ്ഥലത്തും മുസ്ലിം രാഷ്ട്രീയത്തെയാണ് വളർത്തുന്നത്. ഇപ്പൊ കേരളത്തിൽ പോലും മുസ്ലിം രാഷ്ട്രീയം വളർന്നു കഴിഞ്ഞാൽ ഹിന്ദു ഏകീകരണം ഉണ്ടാകും, ഹിന്ദു ഏകീകരണം ഉണ്ടാകും. CPM കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ BJP CPM പകരമായിട്ട് വരും. അപ്പൊ ആരാണ് ഈ മുസ്ലിം രാഷ്ട്രീയത്തെ വളർത്തുന്നത്? മുസ്ലിം രാഷ്ട്രീയത്തെ വളർത്തുന്നതിൽ നിർണായകമായിട്ടുള്ള ഘടകം മുസ്ലിങ്ങൾ തന്നെയാണ്. ഇപ്പം അവിടെ നമുക്കറിയാം ബംഗാളിൽ എന്താ സ്ഥിതി. ബംഗാളിൽ ഹുമയൂൺ കബീർ എന്ന് പറയുന്ന ഒരു വലിയ മുസ്ലിം നേതാവ്, അയാൾ BJPയിലും പോയി തൃണമൂലിലും പോയി. ഇപ്പോൾ അയാൾ തൃണമൂലിനെതിരെ മുസ്ലിങ്ങൾ മുഴുവൻ സംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. OIC എന്ന് പറയുന്ന ഒരാൾ. ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ BJPയെ വളർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിങ്ങൾ അവരെ ശക്തിപ്പെടുമ്പോൾ മുസ്ലിം വിരുദ്ധർ ഒക്കെ അവർക്കെതിരായിട്ട് ഒരുമിച്ച് വരും. അങ്ങനെയാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ബംഗാളിൽ അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെയായിരുന്നു, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പിന്നെ മുസ്ലിമിനെതിരെ ആണ് അവിടെ ആളുകൾ BJP ചേർന്ന് BJP ശക്തിപ്പെടുത്തി കഴിഞ്ഞിരുന്നു. പല കാര്യങ്ങളും ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒന്ന് അതിർത്തി പ്രദേശമാണ്. ബംഗ്ലാദേശിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഒരുപാട് മുസ്ലിങ്ങൾ അതിനകത്ത് കടന്നുകൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏറ്റവും നല്ല മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ബംഗാൾ. 27%, 72% വരുന്ന ഹിന്ദുക്കളുമുണ്ട്. ഈ 72% വരുന്ന ഹിന്ദുക്കളെ ഐക്യപ്പെടുത്താനാണ് BJP അവിടെ രാഷ്ട്രീയം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ദുർഗയും കാളിയൊക്കെ അത് വർഗീയത മാത്രമാണ്, വർഗീയത ശക്തി പ്രാപിക്കുകയും അത് മമതി അത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതെ, അതിന്റെ വിജയം അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ്. BJP അത് ഫലപ്രദമായിട്ട് ഈ വർഷം ഉപയോഗിച്ചു. അതങ്ങനെ പോവുള്ളൂ. ഒരു സമൂഹം മതേതര സമൂഹമായിരിക്കുകയും പിന്നീട് അത് മതസമൂഹമായി വർഗീയ സമൂഹമായിട്ട് മാറിത്തീരുകയും ചെയ്താൽ അവിടെയുള്ള പാർട്ടികൾ അങ്ങനെ തന്നെ ആയിത്തീരും. അവിടെ വേറെ പാർട്ടികൾക്കൊന്നും വലിയ പ്രസക്തി ഉണ്ടാവില്ല. മതരാഷ്ട്രീയം ശക്തി പ്രാപിക്കുന്നത് അങ്ങനെയായിരിക്കും. പക്ഷെ ഇവിടെ ഈ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന നുഴഞ്ഞുകയറ്റക്കാര് അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പം തന്നെയാണ്. ഇന്ത്യയുടെ ഒരു രാഷ്ട്രത്തിന്റെ ഒരു സങ്കല്പത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇത്തരം ആളുകൾ കുഴപ്പം തന്നെയാണ്. ഇപ്പൊ ആളുകൾക്കിടയിൽ ഈ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒരു വലിയ വികാരം ആളിക്കത്തിക്കാനാണ് BJP ബംഗാളിൽ ശ്രമിക്കുന്നത്. അത് ചെയ്യാനായിട്ട് ഈ ദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു വികാരം ആളിക്കത്തിക്കാൻ കോൺഗ്രസിന് പറ്റുന്നില്ലേ? നേരത്തെ കോൺഗ്രസിന് പറ്റുമായിരുന്നത്. കാരണം അന്ന് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ, കോമ്പറ്റീഷൻ ഇല്ല. ഇപ്പോ BJP വന്നിരിക്കുകയാണ്. അപ്പൊ BJP വന്നപ്പോ BJPയും കോൺഗ്രസും തമ്മിൽ മത്സരിക്കുകയാണ്. ഞാൻ ചോദിച്ചത് ഈ മുസ്ലിം രാഷ്ട്രീയം എന്ന് മാഷ് ഇപ്പൊ പറഞ്ഞല്ലോ, ഈ മുസ്ലിം രാഷ്ട്രീയത്തെ ഏതെങ്കിലും രീതിയിൽ തങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന ഭയത്താൽ ദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ഒറ്റ ഏക രൂപത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വികാരം ആളിക്കത്തിക്കാൻ കോൺഗ്രസ് UDF ഭയപ്പെടുന്നുണ്ടോ? അല്ല, ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ കേരളത്തിൽ എന്തുകൊണ്ടാണ് മുസ്ലിം എന്ന് പറയുന്നത് കോൺഗ്രസിനൊപ്പം നിൽക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ ശരിക്കും. അത് ഇപ്പൊ മാത്രമല്ല, നേരത്തെയും അങ്ങനെ തന്നെ. അത് നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിന്ന് പ്രവർത്തിച്ചു പോകുന്ന ശീലമാണ് ന്യൂനപക്ഷങ്ങൾക്കുള്ളത്, മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഉള്ളത്. അപ്പൊ അവര് ശക്തമായി നിൽക്കുകയാണെന്ന് വെച്ചാൽ അവരോടൊപ്പം തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഇപ്പോ കേരളത്തിൽ കോൺഗ്രസ് ദുർബലപ്പെട്ടതായാൽ മുസ്ലിങ്ങൾ അവിടെ വലിയ ക്വസ്റ്റ്യനാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ കേരളം ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യമാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. കോൺഗ്രസ് ദുർബലമാക്കപ്പെട്ടാൽ ഈ മുസ്ലിങ്ങൾ എവിടെയായിരിക്കും നിൽക്കാൻ പോകുന്നത്? ഗുജറാത്തിലൊക്കെ മുസ്ലിങ്ങൾ ഒരുപാട് BJPയോട് നിൽക്കുന്നുണ്ട്. BJP അവരോടുള്ള സമീപനം മാറ്റിയാൽ മാത്രമല്ല അവർക്കൊപ്പം നിൽക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് പറ്റില്ല. ഉത്തർപ്രദേശിൽ ഒരുപാട് മുസ്ലിങ്ങൾ BJPക്കൊപ്പം നിൽക്കുന്നുണ്ട്. അല്ല, കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ എല്ലാവരും BJPക്കൊപ്പം നിന്നിരിക്കും. കാരണം കോൺഗ്രസിന്റെ ഒപ്പം മുസ്ലിങ്ങൾക്ക് നിൽക്കാമെങ്കിൽ BJPക്കൊപ്പം നിൽക്കുന്നതിന് എന്താ കുഴപ്പം എന്നുള്ള ചോദ്യത്തിലേക്ക് വരാം. ഭരണം പിടിക്കാൻ വേണ്ടി മാത്രമാണല്ലോ BJP വർഗീയത പ്രകടമാക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്.
ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആ വർഗീയത കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ഗവേണൻസിന്റെ ഒരു ഭാഗമായി മാറേണ്ടത് ആവശ്യമാണ്. എന്നുവെച്ചാൽ ഭരണത്തിൽ എല്ലാവരെയും ഒരേപോലെ കാണേണ്ട ആവശ്യം വരും. അങ്ങനെ ആ ഭരണം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് അവർക്ക് ഭരണം നിലനിർത്താനായിട്ട് കഴിയുള്ളൂ. വർഗീയത കൊണ്ട് ഭരണം നിലനിർത്താൻ പറ്റില്ല. ഭരണം പിടിക്കാൻ പക്ഷെ വർഗീയത വളരെ നല്ലതാണ്. ബംഗാളിലായാൽ പോലും ഇപ്പോൾ ഭരണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ കാഴ്ചപ്പാട് മാറിയാൽ മാത്രം അവർക്ക് നിലനിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളും ബാക്കിയുള്ള BJP വിരുദ്ധരായിട്ടുള്ള ഹിന്ദുക്കൾക്കൊക്കെ ചേർന്നാൽ ഏത് സമയത്തും ഈ BJP സർക്കാർ താഴെ വീഴും. അപ്പൊ BJP സർക്കാർ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫോം ചെയ്യേണ്ടി വരും. എല്ലാവർക്കും വേണ്ടി ഭരിക്കുന്ന ഒരു സർക്കാർ എന്ന് പറയുന്ന പ്രതീതി ഉണ്ടാക്കി മുസ്ലിങ്ങളുടെ ഒരു ഭാഗത്തെ അവർക്കൊപ്പം നിർത്തിയാൽ മാത്രമേ ബംഗാളിൽ അവരുടെ ഭരണം തുറന്നുകൊണ്ടുപോകാനായിട്ട് കഴിയൂ. പക്ഷെ ബംഗാളിൽ 27% വരുന്ന മുസ്ലിങ്ങളാണ്. അത് എൻ ബ്ലോക്ക് ആയിട്ട് ഇത്തവണ TMCക്ക് വോട്ട് ചെയ്യും. പക്ഷെ അപ്പോഴും 72% വരുന്ന ഹിന്ദുക്കളുണ്ട്. അത് അവിടെ ഒരു കൃത്യമായിട്ടുള്ള അതിന്റെ പകുതി വോട്ട് BJPക്ക് കിട്ടിയാൽ BJP ജയിക്കും എന്ന് BJP കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതാണ് അവിടെ വർക്കൗളായത്. കേവല ഭൂരിപക്ഷം 140 അങ്ങനെ എന്തോ വേണ്ടെന്ന് തോന്നുന്നു. 299. അതെ, അതിപ്പോ ഈ തവണ അവർക്ക് കിട്ടും. ഈ എക്സിറ്റ് പോളിനെ എന്താ എങ്ങനെ കാണുന്നത് മാഷെ? ഈ എക്സിറ്റ് പോളുകളൊക്കെ വരുമോ ബംഗാളിൽ? ശരിയുള്ള സാധ്യതകളാണ്. ശരിയാവാനുള്ള സാധ്യത തെറ്റാവുന്നതിനേക്കാൾ കൂടുതൽ ശരിയെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോ ഈ എക്സിറ്റ് പോൾ പറയുന്നതനുസരിച്ചിട്ട് എല്ലായിടത്തും അങ്ങനെയാണ്. ഇപ്പൊ കേരളത്തിലായാലും അങ്ങനെയാണ്. ആ തെറ്റാനുള്ള ഒരു സാധ്യത ഒരു വശം ഉണ്ടെങ്കിൽ പോലും എല്ലാവരും അങ്ങനെ പറയുമ്പോൾ അതായിരിക്കാം ശരിയെന്ന് വിശ്വസിക്കാനേ പറ്റുകയുള്ളൂ. കാരണം വെച്ചാൽ ഇത് ഒരു ഊഹക്കണക്കുകൾ മാത്രമാണ്. ആ സർവേ സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് ശരിയും തെറ്റുമായിട്ട് സാധാരണ രീതിയിൽ മനസ്സിലാക്കപ്പെടുന്നത്. അപ്പൊ എന്തായാലും പൊതുവെ ഇപ്പൊ കേരളത്തിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ UDF വരും എന്ന് തന്നെ കരുതപ്പെടുന്നു. ബംഗാളിൽ BJP വരും എന്ന് കരുതപ്പെടുന്നു. ഞാനൊരു അവസാനമായിട്ടൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ ഈ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന നുഴഞ്ഞുകയറ്റക്കാരൻ ഇവരോട് എടുത്ത സമീപനം ഏത് രീതിയിലുള്ള സമീപനമായിരിക്കണം നമ്മൾ ഇതിൽ കൈക്കൊള്ളേണ്ടത്? ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിൽ ഒരിക്കലും ഈ ഒരു സമീപനം സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ അത് നിലവിലെ രാഷ്ട്രീയത്തിന് പല രീതിയിലുള്ള തിരിച്ചടികൾ പാർട്ടികൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. അല്ലേ, മറ്റൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന് അഭയാർത്ഥികളായി മാറിയവരാണെങ്കിൽ അവരെ നമ്മൾ എങ്ങനെ അവരെ പുനരധിവസിപ്പിക്കണം എന്നതിന് നമ്മളൊരു കോമൺ കോഡ് ഉണ്ടാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുനരധിവസിപ്പിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അവർ തിരിച്ചവരുടെ രാഷ്ട്രത്തിലേക്ക് പറഞ്ഞയക്കുക. ഈ സമീപനമാണ് യഥാർത്ഥത്തിൽ എടുക്കേണ്ടത്. അതല്ല മമതയെല്ലാം എടുത്തിരുന്നത്. അത് അവരെയൊക്കെ അവരുടെ ആളുകളാക്കി മാറ്റി. മമത അതല്ല എടുത്തിരുന്നത്. അവരുടെ ആളുകളാക്കി മാറ്റി വോട്ട് ബാങ്ക് ആക്കി. അപ്പോഴാണ് വലിയ ക്ഷീണം ഇപ്പൊ സംഭവിച്ചത്. SIR ആവുന്ന സമയത്ത് 90 ലക്ഷം ആളുകളാണ് പുറത്തായത്. ആ 90 ലക്ഷം ആളുകൾ മമതക്കനെ വോട്ട് ചെയ്തിരുന്നെങ്കിൽ മമതനെ ഇത്തവണ ജയിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് ശരിക്കും. അതിനെ ശരിയായ സമീപനത്തിൽ എടുക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് വലിയ ജനസ്വീകാര്യത സർക്കാരിന് ഉണ്ടാവുക. നമുക്ക് നോക്കിയിരുന്ന് കാണാം. ഇപ്പൊ BJPയിലായാലും RSSലൊക്കെ ആയാലും തന്നെ ഈ ബീഫും അതേപോലെ തന്നെ മീനും ചിക്കനൊക്കെ കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ മമത ഇപ്പം ഇതിവിടെ നടത്തുന്ന ഒരു പ്രചരണം എന്ന് പറയുന്നത് BJP അധികാരത്തിൽ വന്നാൽ, ബംഗാളിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീൻ കൂട്ടി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അവിടെ ഈ ആ ഒരു പ്രത്യേക മത്സ്യം ഉണ്ടല്ലോ, അത് അവിടുത്തെ ബംഗാളി കൾച്ചറിലെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇവൻ ബ്രാഹ്മിൻസ് അടക്കമായിട്ടുള്ള ആളുകൾ പോലും ആ മത്സ്യം കൂട്ടി ഭക്ഷണം കഴിക്കാറുണ്ട് എന്നുള്ളതാണ്. ജൽസാമോ അങ്ങനെ എന്താണെന്ന് പേരും തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും അത് പ്രചരണത്തിന്റെ ഒരു ഭാഗമാണ്. BJP അധികാരത്തിൽ വരുമ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിന് ഒപ്പം നിൽക്കും, അത്ര ഉണ്ടാവുള്ളൂ. അപ്പൊ ബീഫ് അവരെ എതിർക്കുകയൊക്കെ ചെയ്യെങ്കിലും എത്ര BJPയുടെ വലിയ ബിസിനസ്സുകാരാണ് ബീഫ് കച്ചവടക്കാർ, അല്ലേ? ഇന്ത്യയിൽ നിന്ന് ബീഫ് കയറ്റി അയക്കുന്നത് അവരാ. അപ്പൊ അവര് കാശുണ്ടാക്കുന്നതിന് വേണ്ടി അവർ ആ ബിസിനസ് നടത്തും. അവർക്കവിടെ അതപ്പോൾ ബീഫ് ഒരു പ്രശ്നമല്ല. അപ്പൊ ഇതൊക്കെ അത്യാവശ്യം പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നല്ലാണ്ട് സത്യസന്ധവും ആത്മാർത്ഥമായിട്ട് ഇവർക്ക് അതിനോട് എതിർപ്പുണ്ടെന്നോ അല്ലെങ്കിൽ അനുഭവം ഉണ്ടെന്നോ ഒന്നും നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഒരുതരം ഗിമിക്സാണ്. അത് തുടരും. അതിനുള്ള സാധ്യതയും നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ മമത അവിടെ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ BJP അധികാരത്തിൽ നിന്ന് നമുക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ അത് BJPക്ക് എതിരായിട്ടുള്ള പ്രചരണമാണ്. ശരി, BJP അധികാരത്തിൽ വന്നാൽ ചിലപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ അനുവദിച്ചെന്നിരിക്കും, ചിലപ്പോൾ അനുവദിച്ചില്ലെന്നിരിക്കും. അത് രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലും രാഷ്ട്രീയമായിട്ടുള്ള ലാഭത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനിക്കപ്പെടുന്നത്.
രാഷ്ട്രീയ ലാഭം അത് ഉപയോഗിക്കേണ്ടതില്ല എന്നാണ് എങ്കിൽ BJP അത് നിരോധിക്കും. രാഷ്ട്രീയ ലാഭം അത് ഉപയോഗിച്ചാൽ നല്ലതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ BJP എന്ത് ചെയ്യും? ആ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കാൻ അവരെ അനുവദിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.